ബാക്ക് ടു അൻഷുവേരി. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് വലിയ പെരുന്നാൾക്ക് പള്ളിയിൽ പോകാൻ പോവാണ്. കുറച്ച് പുറത്തിലൊക്കെ ഇറക്കാനുണ്ടാവും ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ ഒരു സർപ്രൈസ് തന്നെ നമ്മളെ വില്ലീസ് ചേർക്കേണ്ട പണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. കുറച്ച് ദിവസമായിട്ട് നമ്മളെ വില്ലീസ് ചേർക്കാൻ വർക്കിലായിരുന്നു. വേറെ ഒന്നുമില്ല ഗൈസ്, വണ്ടിയുടെ കളറൊന്നും ഞാൻ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് വരുന്ന ഒരു കളറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു കിട്ടില്ല തനി വില്ലീസിൻ്റെ കളർ തന്നെയാണ്. അതല്ല നമുക്ക് നേരെ ഇവനെടുത്ത് പള്ളിയിൽ പോകണം. എന്നിട്ട് വന്നിട്ട് ഇന്ന് നിങ്ങൾക്കൊരു കിട്ടില്ല സർപ്രൈസ് ഉണ്ട് ഗൈസ്. അപ്പം വലിയ പെരുന്നാൾ സർപ്രൈസ് എന്ന് തന്നെ പറയാലോ ഗൈസ്. ഒന്ന് പൂത്താർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പള്ളി പോവാം. ഞാൻ നേരെ ഈ പള്ളിക്കാണ് വന്നത് ഗൈസ്. പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്. അപ്പോൾ നമ്മളപ്പോൾ നേരെ ഈ പള്ളി കയറി എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ പള്ളി തന്നെയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നേരെ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോകണം. നല്ല മഴയാണ് ഇവിടെ. നമ്മൾ വേഗം പാല് വരികയാണ് ഗൈസ്. എന്തായാലും വേഗം പോകണം. അപ്പോൾ മഴയത്ത് നിൽക്കുന്ന നേരെ കയറിയിട്ടുണ്ട് ഗൈസ്. ഒടുക്കത്തെ മഴയാണ്. അപ്പോൾ ഇങ്ങനെ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വില്ലീസ് എടുക്കണം. വില്ലീസ് ഓപ്പണാണ്. അത് ഓപ്പണിന് ആയിട്ട് നമ്മളെ ഫ്രണ്ട്സിനെ കൂട്ടി നമുക്ക് നേരെ നമ്മളെ ഷെഡിലേക്കാണ് പോകണേ. ഇന്ന് നമുക്ക് ചെറിയ സർപ്രൈസ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഷെഡ് പോകണം. മഴയൊക്കെ പോയി അപ്പം തന്നെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷെഡിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. വില്ലീസിൽ ഇങ്ങനെ പോകാൻ സുഖം വേറെ തന്നെയാണ് ഗൈസ്. അതായത് നമുക്ക് നേരെ വണ്ടി ഇവിടെ സൈഡാക്കി നമുക്ക് ഇങ്ങോട്ടേക്ക് കയറ്റി തന്നെ നിർത്താം. നമ്മളെ ചെറുക്കനെ പോയി എടുക്കാം ഗൈസ്. ചെറുക്കൻ നമ്മളെ ഷെഡുണ്ട്, പോയി ചെറുക്കനെ എടുക്കാം. ഫസ്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചെറുക്കൻ്റെ പുതിയ വർക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടോ അറിയില്ല. നമ്മളെ ഓരോ വർക്കും നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ഡേഷനായിട്ട് വിടുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണുന്നവർക്കറിയാം നമ്മൾ ഈ ഒരു വണ്ടിയിൽ കുറച്ച് വർക്ക് കൂടിയും ചെയ്തിട്ടുണ്ട്. ഈ കണ്ണിൻ്റെ സംഭവം നമ്മളിപ്പോൾ ഒരാണ് ചെയ്തത്. രണ്ട് ലൈറ്റും പിന്നെ ഈ ലൈറ്റൊക്കെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളൂ ഗൈസ്. പിന്നെ ലൈറ്റും പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഞാനിപ്പോൾ നേരെ ചെയ്തതാണ്. അങ്ങനെയൊക്കെയുള്ള വർക്കൊക്കെ നമ്മളിപ്പോൾ നേരെ ചെയ്ത് തന്നെയാണ് ഗൈസ്. എന്തായാലും നമുക്കിനി നേരെ നമ്മളെ ചെറുക്കനെടുക്കണം. അപ്പോൾ ചെറുക്കനെടുക്കുന്ന മുന്നേ കാര്യങ്ങളെ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ നമ്മളെ ബസ് മിലിറ്ററി ഇന്തോനേഷ്യ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ബസ് മിലിറ്ററി ഇന്തോനേഷ്യൻ്റെ ബ്രാൻഡ് ന്യൂ ട്രാഫിക് മോഡാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രാഫിക് മോഡിലുള്ള ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ഒരു ബസ് മിലിറ്ററി ഇന്തോനേഷ്യയിൽ ഇന്ത്യൻ്റെ എല്ലാ അപ്ഡേറ്റും ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഗൈസ്. ബസ് മിലിറ്ററി ഇന്തോനേഷ്യ ഇന്ത്യ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഗൈസ്. അതിലെല്ലാ അപ്ഡേറ്റും ബസ് മിലിറ്ററി ഇന്തോനേഷ്യയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വണ്ടി കയറുമ്പോൾ ഓരോ ബസ് സ്റ്റോപ്പിൽ ആൾക്കാരൊക്കെ വന്ന് നിൽക്കും. ആ സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും നമുക്ക് അതൊന്നല്ല നോക്കാമല്ലോ. നമുക്കിന്ന് ഒരു കിടിലം പോലത്തെ സംഭവം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് കാണാം. അശോക് ലൈലാൻഡിൻ്റെ ചിരസിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വേറെ എന്തായാലും ഗൈസ് അശോക് ലൈലാൻഡ് ഷോറൂം. അപ്പം അങ്ങോട്ട് വന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു ചേസ് എടുക്കാൻ പോകണം ഗൈസ്. അത് പെരുന്നാളിൻ്റെ അന്ന് ചേസ് ആരും മനസ്സിലാക്കാത്ത കിടിലം മുതൽ. അപ്പോൾ ഏതായാലും നമുക്കിനി നേരെ പോയാൽ നമുക്ക് ചേസിൻ്റെ ഡെലിവറിയിലേക്കൊക്കെ ഒന്ന് കിടക്കാം. അതിന് മുന്നേ നമ്മളെ ബസ്സിൻ്റെ ലുക്കൊക്കെ നോക്കുക ഗൈസ്. ലൈലാൻഡിൽ നിന്ന് ഷോറൂമിൽ നമ്മളിന്ന് കത്തിക്കും, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഒരു തലമുറ വരാനുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഏതായാലും നമുക്ക് കാണാം. പീസ് ഇവിടെ റെഡിയാണ് മച്ചന്മാരെ. നെയ്മൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ടിയോന്നാണ് സ്റ്റാർട്ടിങ്. അപ്പം നമ്പർ പ്ലേറ്റ് രജിസ്ട്രേഷൻ പോലും കഴിഞ്ഞിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ബോക്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്മൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്ലാക്ക് പരിപാടികളൊക്കെ ഉള്ളൂ. അതൊക്കെ ഒന്ന് കയറ്റിയിട്ട് നമുക്ക് നേരെ ഡെലിവറി ആയിട്ട് നടത്താം. നമ്മളെ ക്യാരക്ടർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമ്മൾ ചേസിൻ്റെ നെറ്റ് ഫോട്ടോ എല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ചേസിൻ്റെ പേര് ഹലാക്ക് എന്നാണ്. അപ്പോൾ നമ്മൾ ഹലാക്കിന് നമ്മൾ ചേസ് പേര് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഗൈസ്. അപ്പം വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് ഞാൻ പറയാം. വണ്ടിയുടെ ബോഡി സെഡോണാണ് സെഡാസ്ത്രയാണ് എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളാണ് തീരുമാനിച്ചത് ഗൈസ്. അതായത് നമുക്ക് നേരെ പുസ്തകം ലാൻസിൻ്റെ ചേസാണ് ഗൈസ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചേസൊക്കെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ചെയ്തെടുത്ത് നേരെ നാട്ടിൽ പോവാം. അങ്ങനെ നമ്മളെ ഷെഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഷെഡ് കയറ്റാം. നമ്മളെ ബസ് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ചേസിൻ്റെ കൊമ്പത്ത് നിന്നിങ്ങനെ ചേസ് ഓടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീൽ തന്നെയാണ് ടേസ്. അതായത് വേറെ ലെവല്.
കറക്കട് കറക്കണം ഗൈസ്. ഈ ഒരു ആനൻ്റെ പൊക്കത്ത് കയറി പോണ പോലെ ഉണ്ട് ചേസ് എടുത്ത് ഓടിക്കുമ്പോൾ. പറയാൻ തന്നെ ഉണ്ട് ഗൈസ്. ഏതായാലും നമുക്ക് നേരെ ഇറങ്ങാം. പിന്നെ ചേസ് എടുത്താൽ നമ്മൾ ഷെഡിക്ക് ഇട്ടാൻ പറഞ്ഞു ഗൈസ്. ഏതായാലും ഷെഡിക്ക് ഇട്ടട്ടെ. അപ്പോൾ നമുക്ക് നേരെ ഒറ്റ കറക്കട് കറക്കാം. നേരെ ഷെഡിക്ക് ഇട്ടിട്ട് ഗൈസ്. ഏതായാലും ഒരു ടൈപ്പ് ചേസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും ഇതിന് നമ്മളെ ബുസ്സടി ഇന്ത്യ ആയിട്ടുള്ള എല്ലാതും വന്നിട്ടുണ്ട് ഗൈസ്. സംഭവം എന്തെല്ലാം റിവേഴ്സിലൂടെ പവർ കൊണ്ടിട്ടുണ്ട്. നമ്മളെ ഇന്ത്യയിലുള്ള സംഭവമാണ് ഗൈസ്. ബസ്സിലോട്ട് ഇന്ത്യയിലെ. ഏതായാലും നമുക്ക് ഇനി നമ്മളെ ബസ് വന്നിട്ട് ബാക്കി കാര്യം പറയാം. ഹോട്ടൽ വരെ വന്നായിരുന്നു ഗൈസ്. നമ്മളെ വീട്ടിലേക്കുള്ള ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. അപ്പോൾ നമ്മളെ ഓരോ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന ഓരോ സ്റ്റാഫിനും നമ്മൾ പെരുന്നാളിന് ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഏതായാലും അതിന് വേണ്ടി ഒരു ചമ്പ നമ്മൾ ഉണ്ടാക്കും ചെയ്യാം. അതായത് നമ്മളെ ബസ്സിലേക്ക് ഒരു ഫുഡ് നമ്മൾ പാക്കിങ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചേസർ കേസ് സ്ഥിതിക്ക് എല്ലാവർക്കും ഫുഡ് ഫ്രീ നമ്മളെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇനി വണ്ടി എടുക്കുക, പോവാതെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇതേ ഫുഡൊക്കെ നമ്മളിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വണ്ടിയിൽ നമ്മൾ ടോപ്പ് ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു അർജൻറ്റ് കാര്യങ്ങളോട് പറയാനുണ്ട്. ടോപ്പ് ലൈറ്റ് വണ്ടിയിൽ നമ്മളെ പഴയ കൊമ്പൻ്റെ ആഗോരിൻ്റെ ഒക്കെ ടൈപ്പ് ടോപ്പ് ലൈറ്റാണ് വെച്ചത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മെയിനായിട്ടുള്ളതാണ് നമ്മൾ ഈ പെരുന്നാൾ കഴിഞ്ഞ എക്സ്ചേഞ്ചസ് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കൊല്ലം എക്സ്ചേഞ്ചസ് ട്രിപ്പ്. അപ്പോൾ എക്സ്ചേഞ്ചസ് ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് ഞാൻ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഹായ് കമൻറ്റ് ചെയ്യുക. എല്ലാവരും കൈ ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഇമോജി കൈ കമൻറ്റ് ചെയ്യുക. ഇത് കമൻറ്റ് ചെയ്താൽ അവരെ കൂട്ടുന്നതാണ് കേസ്. അപ്പോൾ അതായത് നമ്മൾ ബസ് അവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചതിൻ്റെയാണ്. അപ്പോൾ അടുത്തൊരു കാണാം. ബൈ.